കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും സ്വപ്നവുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഒരു മേയർ ഉണ്ടാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ എല്ലാ കാലവുമുള്ള ചിരകാല അഭിലാഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ വികസന നയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പോലും പറഞ്ഞു കഴിഞ്ഞു. ഇതിലും വലിയ ഒരു മൂവ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്താനില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ബി ജെ പിക്ക് 35 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. LDF അഥവാ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 52 കൗൺസിലർമാരും UDFന് 10 കൗൺസിലർമാരുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. അനായാസം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാം എന്നാണ് ഇത്തവണ ബി ജെ പിയുടെ വിചാരം. എങ്കിലും ഇതിന് വലിയ രീതിയിൽ അവർ വിയർപ്പൊഴുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായി ബി ജെ പി ഇറങ്ങുമ്പോൾ അത് ബി ജെ പിക്ക് അനായാസമാക്കി കൊടുത്തതിൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച LDFനും LDFൻ്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും സ്തുത്യാർഹമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. ആര്യ ഭരിച്ച 5 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ നിവാസികൾ എന്താണ് ആ ഭരണത്തിൻ്റെ ന്യൂനത എന്നുള്ളത് അടുത്തറിഞ്ഞതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളമില്ലാതായാൽ ഒരാഴ്ചയും 2 ആഴ്ചയും അടുപ്പിച്ചാണ് ഒരുമിച്ച് വെള്ളമില്ലാതാകുക. വൈദ്യുതി കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വരാനായി 1 ദിവസമോ 2 ദിവസമോ ചില സ്ഥലങ്ങളിൽ എടുക്കും എന്നുള്ളതും ജനങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പ്രതിപക്ഷത്തെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. 5 വർഷത്തിനപ്പുറവും ഒരു തിരഞ്ഞെടുപ്പ് ഗോതയിൽ ദുർബലരായ എതിരാളികളെയാണ് ബി ജെ പിക്ക് നേരിടാനുള്ളത് എന്ന് കരുതി വിജയം അനായാസമാണ് എന്ന് ബി ജെ പി ഒരിക്കലും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ മെറിറ്റും ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതികൾ ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തി പുറത്തു കൊണ്ടുവരാൻ ബി ജെ പിയുടെ കൗൺസിലർമാർ എല്ലാ പ്രാവശ്യവും ശ്രദ്ധ ചെലുത്തിയിരുന്നു, എല്ലാ സമയത്തും ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആരാരും അറിയപ്പെടാതെ പോകേണ്ടിയിരുന്ന കോവിഡ് കാലത്തെ ആറ്റുകാൽ പൊങ്കാല അഴിമതി, ഹിറ്റാച്ചി അഴിമതി, മേയറുടെ സ്വജനപക്ഷപാതം വിളിച്ചോതുന്ന ആ കത്ത്, ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാരായിട്ടുള്ള കരമന അജിത്ത് അടക്കമുള്ളവർ മേയറെ വലിയ രീതിയിൽ ആക്കുന്ന രീതിയിലാണ് മേയറുടെ പല അഴിമതി കഥകളും പുറത്തുവിട്ടിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും അതിലെല്ലാം പിടിച്ചു നിൽക്കാനായി അന്താരാഷ്ട്ര അവാർഡുകളെയും PR ഏജൻസികളെയുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF കൗൺസിലർമാരും മേയറും ആശ്രയിച്ചത് എന്നുള്ളതും ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണത്തെക്കാൾ എളുപ്പമുള്ള അധികാരത്തിലേക്കുള്ള വീഥികളാണ് ഇത്തവണ ബി ജെ പിക്ക് തിരുവനന്തപുരത്തായി ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകരടക്കം കൃത്യമായി വിലയിരുത്തുന്നത്. ഒന്ന് പരിശ്രമിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിയുടെ കയ്യിലെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം വിലയിരുത്തുന്നത്. ബി ജെ പി വന്നാൽ മാത്രമേ വികസനം ഉണ്ടാകൂ എന്ന പൊതുബോധം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അഭ്യസ്തരായിട്ടുള്ള കോർപ്പറേഷൻ നിവാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു ബോധം ഉണ്ടായിരിക്കുന്നത്. അവർക്കിടയിലാണ് ഈ ഒരു ഫീൽ അഥവാ ഈ ഒരു വികാരം ജനിച്ചിരിക്കുന്നത് എന്ന് CPMന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി രഹസ്യ സ്ക്വാഡുകളെ നിയോഗിച്ചിരിക്കുകയാണ് CPM. അത് 1ഉം 2ഉം മണ്ഡലങ്ങളിലല്ല, എല്ലാ തിരുവനന്തപുരം വാർഡുകളിലും കൗൺസിൽ വാർഡുകളിലും ഇപ്പോൾ ബി ജെ പി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, എല്ലാ വാർഡുകളിലും അവർ ഒരേ രീതിയിലുള്ള സ്ട്രാറ്റജി അഥവാ തന്ത്രമല്ല ഉപയോഗിക്കുന്നത്. ഇത് ഏത് തന്ത്രമാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ CPM രഹസ്യ സ്ക്വാഡുകളെ തിരുവനന്തപുരത്ത് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അഭ്യസ്ത വിദ്യർക്കിടയിൽ, കോർപ്പറേഷൻ നിവാസികൾക്കിടയിൽ ബി ജെ പി ഇത്തവണ വന്നാൽ മാത്രമേ വികസനം ഉണ്ടാകുകയുള്ളൂ എന്ന പൊതുബോധം രൂഢമൂലമാണ്. ഇനി കേരളം മാറുമെന്ന രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ബി ജെ പിക്കപ്പുറം പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനത കൂടി വരികയാണ് എന്ന് ഇപ്പോൾ LDFന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. അവരിൽ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ, വിശ്വാസത്തിൻ്റെ
ഒരു തിരിനാളമായി കത്തുമ്പോൾ വോട്ടുകൾ താമര ചിഹ്നത്തിൽ വന്ന് വീഴും എന്ന് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ പൊതുവെയുള്ള കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. പഴയ കെട്ടുറപ്പില്ലാതെയാണ് ഇത്തവണ ഇടതുപക്ഷം പോരിനിറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ അയ്യപ്പനും കൈവിട്ടതോടെ തിരുവനന്തപുരത്ത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിക്കാമെന്നാണ് നിലവിൽ BJP കരുതുന്നത്. കുറ്റമറ്റ സ്ഥാനാർത്ഥി നിർണയവും യുവനിരയുടെ തിളക്കവും IPS ഉദ്യോഗസ്ഥർ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വവും ആദ്യ റൗണ്ടിൽ BJPക്ക് മേൽക്കൈ നൽകിയ ഘടകങ്ങളാണ്. രാഷ്ട്രീയത്തിനപ്പുറം വികസനം ചർച്ചയാക്കിയ രാജീവ് ചന്ദ്രശേഖരൻ തന്ത്രം ഏറ്റവും കൂടുതൽ ആഴത്തിൽ പതിഞ്ഞതും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ലോക്സഭയിലെ വമ്പൻ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്തവണ ഭരണം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക ഇടതുപക്ഷ ക്യാമ്പിനെ ആകുലപ്പെടുത്തുന്നുണ്ട്. തങ്ങൾ അസ്വസ്ഥമായിട്ടില്ലെന്ന് തെളിയിക്കാൻ ഒടുവിൽ മുൻ MLA തന്നെ കളത്തിലിറക്കേണ്ട ഗതികേടാണ് കോൺഗ്രസിന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തു റോൾ എന്ന ചോദ്യം ഒരു ചോദ്യമായി തന്നെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. പ്രചാരണ രംഗത്തും BJPയുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ ആദ്യ ഫലം വിലയിരുത്തുന്ന ഏതൊരാൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ എത്തും എന്നാണ് പറയാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.